السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. صدق الله. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മജ്ലിസിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഓരോരോ ക്ലാസുകൾ കഴിയുമ്പോഴും അതാത് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ തയ്യാറാവേണ്ടത്. എല്ലാ സമയത്തും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരമുയർത്തി, പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് മരണപ്പെടണമല്ലോ എന്ന ചിന്ത നമ്മുടെ ഖൽബിലുണ്ടാവണം. എന്റെ നാട്ടിൽ മോരിയിൽ ഒരു വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ അസ്ലം അഹ്സൻ, ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും ഇൽമുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ വീടടക്കം പല ആളുകളും ചിന്തിച്ചു പോയി, പടച്ചോനെ, ഇങ്ങനൊരു ജനാസ നിസ്കാരം, ഇങ്ങനൊരു മയ്യത്തിനെ അനുഗമിക്കൽ നമ്മൾ മരണപ്പെട്ടാലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും സങ്കടമുണ്ടെങ്കിലും ആ യാത്ര എത്ര വലിയ മനോഹരം, അല്ലാഹു സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആലിമീങ്ങളെ ബഹുമാനിച്ചൊരു മനുഷ്യൻ, സയ്യിദന്മാരെ ബഹുമാനിച്ചൊരു മനുഷ്യൻ, മുതഅല്ലിമുകളെ വളരെ സ്നേഹിച്ചൊരു മനുഷ്യൻ. അല്ലാഹു അവർ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് പരിപൂർണമായ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഏതാണ് പിശാച്? ഇബ്ലീസ്. ആ ഇബ്ലീസ് നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കരുതും നമ്മൾ മാത്രമാണ് നിസ്കരിക്കാനിരുന്നാൽ പലതും ചിന്ത, വിശുദ്ധമായ ഖുർആൻ ഓതാനിരുന്നാൽ പലതും ചിന്ത വരും. അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരുന്നത് നമുക്ക് മാത്രമാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. എന്നാൽ നമ്മളെ വലിയ മുറുക്കിയിരിക്കുന്ന പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ ഒരു ലദ്ദത്ത്, ഒരു സുഖം ഉണ്ടാവണം. ചില ആളുകൾ ഇങ്ങനെ ദിക്ർ ചൊല്ലി 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 അവർക്ക് വലിയ സന്തോഷം. ചില ആളുകൾ പള്ളി കണ്ടാൽ നിസ്കരിക്കും. ചില ആളുകൾ പാവപ്പെട്ടവരെ കണ്ടാൽ സഹായിക്കാനുള്ള ഒരു വെമ്പൽ കൊള്ളും. അതുപോലെ എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയാൽ എത്ര വലിയ തിരക്കാണെങ്കിലും അവന്റെ നാവിലൂടെ പറയും അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ലോകത്തുണ്ട്. എന്തുകൊണ്ടാണ്? അവർ പിശാച് എന്ന് പറയുന്ന ശൈത്താൻ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. നമുക്കറിയാം, ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറയും, സ്വഹാബ,
നിങ്ങൾ പിശാചിൽ നിന്ന് കാവൽ തേടണം. എപ്പോഴൊക്കെ നിങ്ങൾ കിടപ്പറയിലേക്ക് പോകുമ്പോ, ഭാര്യയുമായി ബന്ധപ്പെടാനിരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കുമ്പോ, കിതാബ് ഓതുമ്പോ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, നിസ്കാരത്തിന് നിൽക്കുമ്പോ, നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യാനൊരുങ്ങുമ്പോ, പ്രസംഗിക്കാനൊരുങ്ങുമ്പോ, ഇങ്ങനെയുള്ള നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോ നിങ്ങൾ പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പിശാചുണ്ടാകും, നിങ്ങളുടെ കൂടെ ശൈത്താനുണ്ടാകും. അതിൽ നിന്നൊരു കാവലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അത് ആരംഭമായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു കൊടുത്തതാണ്. ഇത് വളരെ മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. നമുക്കറിയാം, ആദ്യമായി ശൈത്താൻ, പിശാച്, ഇബ്ലീസ്, നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പിശാചിന്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ആക്കിക്കളയല്ല അല്ലാഹ്. അതുപോലെ നമ്മൾ പാടാറുണ്ട്, ദഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലണീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ അതിന്റെ അർത്ഥം? ദാഹമൗത്തത് കൂട്ടിടും, മരിക്കുന്ന സമയത്ത് വല്ലാതെ ദാഹത്തിന് വലിയ കൊതിയാകും, കടലിലെ വെള്ളം കുടിച്ചു തീർക്കാൻ മാത്രം ദാഹമുള്ള സമയം. ആ സമയത്ത് ഇബ്ലീസ് കൂസിനെ കാട്ടിടും. വെള്ളം ശേഖരിക്കുന്ന ഒരു പാത്രമാണ് കൂസ, അറബികളുടെ ഭാഷയിൽ പറഞ്ഞാൽ. അതിങ്ങനെ ഇബ്ലീസ് കാണിച്ചു തരുക, വെള്ളം കുടിച്ച മോനെ. ആ സമയത്ത് പോലും നമ്മൾ വെറുതെ വിടില്ല, ആ സമയത്ത് പോലും നമ്മൾ ഒഴിവാക്കില്ല. ആ സമയത്ത് നമ്മൾക്ക് വെള്ളം തരാൻ വേണ്ടി ഇബ്ലീസ് ഇങ്ങനെ കൊതിക്കും. ആ സമയത്ത് വെള്ളത്തിന് വേണ്ടി നമ്മൾ കൈ നീട്ടുമ്പോൾ ഇബ്ലീസ് പറയും, അല്ലാഹ് ഒന്നല്ല രണ്ടുണ്ടെന്ന് പറ, എന്നാ ഞാൻ വെള്ളം തരാം. അല്ലാഹനെ പേടിക്കുന്ന നല്ല മനുഷ്യന്മാരാണെങ്കിൽ പറയും, നീ ഇബ്ലീസാണടാ പോടാ എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ ആട്ടും. അല്ലാത്തവര് വെള്ളത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ ആ ഇബ്ലീസിന് വല്ലാത്ത സന്തോഷം വരുന്നു. ഇബ്ലീസ് വെള്ളം തരാതെ നമ്മളെ ഈമാനെ സൂയിപ്പാക്കിക്കൊണ്ട് ഇബ്ലീസ് രക്ഷപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊരു കാവൽ തരണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഞാൻ ഇബ്ലീസിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു നോക്കിയപ്പോ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒരു മഹാനായിരുന്നു അന്ന് അസാസ് എന്ന പേരുള്ള ഇബ്ലീസ്. 80,000 വർഷം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത ഒരാൾ. 40,000 വർഷം സ്വർഗ്ഗത്തിന് കാവൽ നിന്ന ആൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 80,000 വർഷം മലക്കുകളുടെ കൂടെയുള്ള ഒരാൾ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, 20 വർഷം മലക്കുകൾക്ക് വഅദ് പറഞ്ഞു കൊടുത്താൽ, 20 വർഷം മലക്കുകൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തു, മലക്കുകൾക്ക് കിതാബ് ഓതി കൊടുത്തു, മലക്കുകളെ പഠിപ്പിച്ചു. അങ്ങനത്തെ ഒരാൾ. ഇബ്ലീസ് സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുകളിൽ മണ്ണ് കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നു. ഇബ്ലീസ് ചോദിച്ചു, ഇതെന്താ? മനുഷ്യന്മാരെ പടക്കാൻ വേണ്ടി അല്ലാഹു കൂട്ടിയതാണ്. ഇബ്ലീസ് പുച്ഛത്താൽ അതിലേക്ക് തുപ്പി. ആ തുപ്പിയ ഭാഗം എടുത്തിട്ട് മണ്ണെടുത്തിട്ട് ഒഴിവാക്കി. അതാണ് മനുഷ്യന്മാരുടെ എല്ലാ ശരീരത്തിലും പുക്കൾ ഉണ്ടാവാനുള്ള കാരണം. ഈ വലിച്ചെറിഞ്ഞ മണ്ണാണ്. അതുകൊണ്ടാണ് നായ അല്ലാഹു പടച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമേൽ മനുഷ്യന്മാരോട് ദേഷ്യമുള്ള ഒരാളായിരുന്നു പിശാച്. ആ പിശാച് നമ്മളെ വഴിപഴിപ്പിക്കാൻ,
നിങ്ങൾക്കറിയല്ലോ വിശുദ്ധമായ ഖുർആൻ ഞാൻ ആദ്യമായി ഓതി വെച്ചത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചിട്ട് അല്ലാഹു പറയുകയാണ് ആദം നബിയിലേക്ക് സുജൂദ് ചെയ്യാൻ. ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇബ്ലീസ് സമ്മതിക്കാത്ത കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതോടുകൂടെ അഹങ്കാരം നടിച്ച പിശാച് ശൈത്വാൻ അല്ലാഹു അങ്ങ് ശപിക്കുന്നു. അല്ലാഹു അങ്ങ് ശപിച്ചു. നിങ്ങൾ ആലോചിച്ചു, എല്ലാ കഥകൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ആദം നബിയും ഹവ്വാ ബീവിയും രണ്ടുപേരും സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോഴല്ലേ ആ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ഭക്ഷിക്കുകയും അവർ ഭൂമിയിലേക്ക് ഇറങ്ങിയ കഥ വിശുദ്ധമായ ഖുർആൻ വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ മനുഷ്യനിക്ക് ഞാൻ സുജൂദ് ചെയ്യില്ല. അന്ന് മുതൽ പിശാച് ഒഴിവാവുകയാണ്. നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, എല്ലാവർക്കും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. എന്ത് പാപങ്ങൾ ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്കൊന്ന് കരമുയർത്തിയിട്ട് ഒന്ന് കണ്ണൊലിച്ചാൽ അല്ലാഹു മാപ്പ് കൊടുക്കുമല്ലോ. എന്തേ പിശാചിന് അല്ലാഹു മാപ്പ് കൊടുക്കാത്തത്? എന്തേ പിശാചിന് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കാത്തത്? അതിനുള്ള കാരണം എന്താണെന്നറിയുമോ? ഇതുവരെ പിശാച് ഒരു മാപ്പപേക്ഷ അല്ലാഹുവോട് നടത്തിയിട്ടില്ല. ഇതുവരെ മാപ്പപേക്ഷ നടത്തിയിട്ടില്ല. ആദം നബിയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി എന്നൊരു പരിഹാരവുമായി വന്നപ്പോ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടില്ല, സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടല്ലേ മരിച്ചിട്ട് എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയി. ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, രണ്ടാല് കാര്യങ്ങൾ മസ്ലഹത്താക്കുമ്പോ ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെങ്കിൽ അവൻ പിശാചിന്റെ കെണിവലകളിലാണ്. ഒരാൾക്ക് അഹങ്കാരമുണ്ടോ, അവൻ പിശാചിന്റെ കെണിവലകളിലാണ്. ഇബാദത്തിന് സുഖം കിട്ടുന്നില്ലേ, ഖുർആൻ ഓതുമ്പോ കോട്ടുമായ വരുന്നുണ്ടോ, നിസ്കരിക്കാൻ പ്രയാസം വരുന്നുണ്ടോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അയ്യാലസ് സ്വലാഹ് അയ്യാലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് കടന്നു വരൂ, വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന വിളിയാളം പള്ളിയിൽ നിന്ന് വരുമ്പോൾ നിസ്കരിക്കാതെയാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് എപ്പോഴും ശുഅലാണോ? ആ സമയത്താണ് കടയിലേക്ക് ആള് വരുന്നത്, ആ സമയത്താണ് നമ്മളെ വിരുന്നുകാര് വരുന്നത്, ആ സമയത്താണ് തിരക്ക് കൂടുന്നത്, ആ സമയത്താണ് പാത്രം കഴുകാൻ പോകുന്നത്, ആ സമയത്താണ് ഡ്രസ്സുകൾ അലക്കാൻ പോകുന്നത്, ആ സമയത്താണ് അങ്ങാടിയിലേക്ക് പോകുന്നത്, ആ സമയത്താണ് ഉറക്കു വരുന്നത്. പിശാച് നമ്മളെ കെണിവലയിലാക്കിയിരിക്കുന്നു. ചിന്തിച്ചോ, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണേ. ഈ പിശാച് അല്ലാഹുവിനോട് ചോദിക്കുകയാണല്ലോ, ഞാൻ ഇത്രയും കാലം ഇബാദത്ത് ചെയ്തു, ഞാൻ ഇത്രയും കാലം പുണ്യകർമ്മങ്ങൾ ചെയ്തു, ഞാൻ ഇത്രയും കാലം നിന്നുമായി ജീവിച്ചു, എനിക്കൊരു 3 കാര്യത്തിന് അവകാശം തരണം. 3 കാര്യത്തിന് അവകാശം തരണം. ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, എനിക്ക് ആയുസ് വേണം, ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാൾ വരെ എനിക്ക് ജീവിക്കാനുള്ള അവകാശം വേണം. രണ്ടാമത്തതോ ഞാൻ വിശദീകരിക്കാം. ആദ്യം നമുക്ക് കാര്യം പറയാം. രണ്ടാമത്തത്, പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള അവകാശം വേണം. മൂന്നാമതേതാണ്? ഏതാണെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളെ ആ നന്മ മാർഗത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമ്മതം തരണം. ഏത് രൂപത്തിലും ശരീരത്തിൽ കയറിയിട്ട്, ഏത് രൂപത്തിലും ശരീരത്തിൽ കയറിയിട്ട്, രൂപവ്യത്യാസപ്പെട്ട് ശരീരത്തിൽ കയറിയിട്ട് അവരുടെ എല്ലാ നന്മകളും പിന്തിരിപ്പിക്കാനുള്ള അവകാശം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു വരാം, വിശദീകരിക്കാം. ആയുസ് ഖിയാമത്ത് നാൾ വരെ കൊടുത്തു, അത് നിങ്ങൾക്കൊക്കെ അറിയാം. രണ്ടാമത്തെ തന്റെ പ്രിയപ്പെട്ടവരെ, പല രൂപങ്ങളിൽ പിശാച് പ്രത്യക്ഷപ്പെടും, പല രൂപങ്ങളിൽ പിശാച് വരും. നമുക്കറിയാം, ഒരു മൗലിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആള് കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാകും, വെള്ള തുണിയും വെള്ള ഷർട്ടും നിസ്കാര താഴൊക്കെ വെച്ചിട്ട് അള്ളാന്റെ ദീന് പറഞ്ഞ് അഊദും ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മളെ പറ്റിക്കാൻ വരിക. അവര് പറയും അപ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ തലഭാഗത്ത് നിന്നാണ് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മക്കത്തായിരുന്നു. എന്നിട്ട് ഒരു സയ്യിദാണെങ്കിൽ അയാളുടെ മുമ്പിൽ ഇരിക്കുപോലില്ല, നല്ല അദബും ബഹുമാനവുമായിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് തോന്നും ഇയാള് നല്ല മനുഷ്യനാ, മുസ്താഫിന്റെ നടുക്കഷ്ടാണ്. എന്നിട്ട് അയാള് വളരെ സൗമ്യനായി ബഹുമാനിച്ച് ആദരവോടുകൂടെ വിനയത്തോടുകൂടെ തുടങ്ങിയിട്ട് അവസാനം അയാള് നമ്മളെ പൈസ കൊണ്ടുപോകും. അത് ഈ രൂപത്തിലാണ് ഈ മനുഷ്യന്റെ അടുത്തേക്ക് വരേണ്ടത് എന്ന് പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും അവനെ വരയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള അവകാശം അല്ലാഹു ഇബ്ലീസിന് കൊടുത്തിട്ടുണ്ട്. പല രൂപത്തിലും വരും, പല രൂപങ്ങളിലും വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളുടെ പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ശാരീരികമായ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ പുതിയാപ്പിളയല്ല നമുക്ക് തോന്നുന്നത്, അവര് പിശാചായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ചൊല്ലി പറയാനുണ്ട് തുടങ്ങുന്നതിന്റെ മുമ്പ്. അത് ചൊല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിശാച് തോന്നുന്നതിന് തെറ്റില്ല. കാരണം അവിടെയും പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് മാർഗത്തിലും ഏത് കോലവേഷ വിധാനങ്ങളിലെയും കടന്നു വരാൻ പിശാചിന് കഴിയും. നമുക്കറിയില്ലേ ബദറിൽ കടന്നു വന്നത്, ആ രൂപം നമുക്കറിയാം. അതുപോലെ അയ്യൂബ് നബിയുടെയും യൂനുസ് നബിയുടെയും യൂസുഫ് നബിയുടെയും ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നീണ്ടമായ കഥയാണതൊക്കെ. ഞാനൊരു കഥ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. 40 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് രാത്രി ഉറക്കൊഴിഞ്ഞ് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞൊരു മഹാൻ, അവരുടെ പേരെന്താണെന്നറിയുമോ? ബർസിസ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ മുമ്പിലേക്ക് അതാ പിശാച് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊന്ന് നിസ്കരിക്കാനുള്ള ഇടം തരുമോ? ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സ്ഥലം തരുമോ? അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം തരുമോ? ആ മനുഷ്യനതാ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ആ ഇബ്ലീസ് വന്നിട്ട് അവിടുന്ന് പടച്ച റബ്ബിനോട് അങ്ങ് പൊട്ടിക്കരയുകയാണ്. നിസ്കാരം, ഓത്ത്, പാട്ട്, ദിക്ർ, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ്. ഭക്ഷണമില്ലാത്ത നിസ്കാരം, ഉറക്കില്ലാത്ത നിസ്കാരം, അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു. ഭക്ഷണമില്ല, അതുപോലെ ഉറക്കില്ല. അല്ലാഹുവിലേക്ക് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ വീട്ടുകാര് ചെന്നിട്ട് ചോദിക്കുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് പ്രയാസങ്ങൾ കാണുന്നില്ല, ശരീരത്തിന് ക്ഷീണം കാണുന്നില്ല, ഉറക്കിന് നിങ്ങൾ കഴിയുന്നില്ല, എങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വന്ന പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു തെറ്റ് ചെയ്താൽ മതി, ഒരു തെറ്റ് ചെയ്താൽ മതി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരു തെറ്റ് ചെയ്തിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ജിജ്ഞാസ വരും, ദുആരക്കാനുള്ള ഒരു മനസ്സ് വരും. തെറ്റ് ചെയ്യ പടച്ചവനോടോ, ബേജാറാവണ്ട, ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇത് പിശാചാണ്, ശൈത്താനാണെന്നറിയില്ല. ഞാനും അങ്ങനെയായിരുന്നു. ഞാനൊരു കൊടും തെറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ദുആരക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ രൂപത്തിലേക്ക് കടന്നു വന്നത്. അല്ലാഹു തെറ്റ് ചെയ്തിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ
40 വർഷം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യനതാ കള്ളുഷാപ്പിലേക്ക് ഇബ്ലീസിന്റെ വാക്ക് കേട്ട് പോവുകയാണ്. ആ പെണ്ണതാ കള്ള് വിളമ്പി കൊടുക്കുന്നു. സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അയാളെ മനസ്സതിന് വെമ്പൽ കൊള്ളുന്നു. അല്ലാഹുവിലേക്ക് കരമുയർത്തി പൊട്ടിക്കരഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ പിശാചിന്റെ കെണിവലകളിൽ പെട്ടുപോയി. ആ മനുഷ്യനതാ പെണ്ണുമായിട്ട് ശാരീരികമായ ബന്ധമുണ്ടാകുന്നു. ഇത് വീട്ടുകാരറിയുന്നു. ഒരു കൊലപാതകം നടക്കുന്നു. ഈമാൻ കിട്ടാതെ ചത്തുപോവുകയാണ്. ആ 40 വർഷം ഇബാദത്ത് ചെയ്ത വലിയ മനുഷ്യന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇബ്ലീസിന്റെ കെണിവലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. പിശാചിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്നേ ഒന്നാണ്. ആര് പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് സ്വത്തിന് കാവൽ അബൂ ഹുറൈറ തങ്ങൾ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ടവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രി കള്ളം വരുന്നു. കള്ളം വന്നപ്പോ കള്ളനെ പിടിച്ചു. ചോദിച്ചു, നീ ആരാണ്? ഇനി ഞാൻ വരില്ല, പാവമാണ്, സാധുവാണ്. അയാൾ പോവുകയാണ്. രണ്ടാമതും ദിവസം കള്ളം വരുന്നു. ആ സമയത്തും കയ്യോടങ്ങൾ പിടികൂടുകയാണ്. ആ മൂന്നാമത്തെ സമയത്തും കള്ളം വന്നു. മൂന്നാമത്തെ ദിവസം ആ സമയത്തും പിടിച്ചപ്പോ കള്ളം പറഞ്ഞു, ഇനി ഞാൻ വരാതിരിക്കാൻ ഒരൊറ്റ ആയത്തിൽ സൂറത്ത് ഒരായത്തോതിയാൽ മതി. ഒരായത്തോതിയാൽ മതി. അത് ഏതാണ്? ആയത്തുൽ കുർസി ഓതിയാൽ മതി. ആയത്തുൽ കുർസി ഓതിയാൽ കള്ളന്മാർ വരില്ല, പിശാച് വരില്ല. ഇത് ആരാ പറഞ്ഞു കൊടുത്തത്? ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരം എടുത്തപ്പോ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നു, ഇന്നലെ ശൈത്താൻ വന്നു, സാധനങ്ങൾ കട്ടെടുത്തു, കൈയോടെ പിടികൂടി. ശൈത്താൻ പറഞ്ഞു, ഞാൻ വരാതിരിക്കാൻ ആയത്തുൽ കുർസി ഓതിയാൽ മതി. അത് ശരിയാണ്, പറഞ്ഞത് ശൈത്താനാണെങ്കിലും ശൈത്താന്മാര് വരാതിരിക്കാൻ ആയത്തുൽ കുർസി ഓതിയാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി നമ്മൾ ഓതണം. അത് നമ്മൾ പതിവാക്കണം. ആമന റസൂലും ആയത്തുൽ കുർസിയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുന്ന വീട്ടിൽ പിശാച് വരില്ല, പിശാച് വരില്ല. ഇത് പഠിപ്പിക്കുന്നത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രാത്രി സമയങ്ങളിൽ കുട്ടി കരയുന്നുണ്ടോ? അങ്ങാടിയിൽ നിന്ന് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് കുട്ടിക്ക് തുച്ഛീലമുണ്ടോ? അതുപോലെ നട്ടപ്പാതിരാ സമയത്ത് പേടിച്ച് എണീറ്റ് കുട്ടി ഇങ്ങനെ ആർത്ത് കരയുന്നുണ്ടോ? അതുപോലെ കുട്ടി ഉറക്കത്തിൽ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടോ? അതിൽ നിന്ന് മാറാനുള്ള, മാറ്റാനുള്ള മാർഗം ആയത്തുൽ കുർസി 3 വട്ടം ഓതിയിട്ട് കുട്ടിയൊന്ന് മന്ത്രിച്ചാൽ മതി. അതിന് തങ്ങളാവണമെന്നില്ല, മൗലിയരാവണമെന്നില്ല, പള്ളിക്കത്ത് ഉസ്താദാകണമെന്നില്ല. ഉമ്മ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് ആ കുട്ടിക്കൊരു ആയത്തുൽ കുർസി ഓതിയിട്ടൊന്ന് മന്ത്രിച്ചു കൊടുക്കും. ഉള്ളറയിലേക്ക്, കിടപ്പറയിലേക്ക് പോകുമ്പോ രാത്രി എണീറ്റ് ഉറക്ക ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ കുട്ടി അട്ടഹസിച്ച് കരയുന്നുണ്ടെങ്കിൽ ഒരു 3 ആയത്തുൽ കുർസി ഓതിയിട്ട് കുട്ടി ഒന്ന് മന്ത്രിച്ചു കൊടുക്കും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പുറത്തിറക്കല്ല കുട്ടിയെ. പിശാചിന്റെ കെണിവലകളിൽ പെടും. ശ്രദ്ധിക്കണം, കുട്ടിയുള്ളവർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയാണോ നമുക്ക് നന്മകളുള്ളത് അവിടെയെല്ലാം പിശാച് നമ്മളെ കൂടെ ഉണ്ടാകും. മുതഅല്ലിമുകളുടെ കൂട്ടത്തിൽ പിശാച് ഉണ്ടാകും. അവരുടെ രക്ഷിതാക്കളെ സ്വീകരിക്കാൻ പിശാച് ഉണ്ടാകും. എന്തിനാ ദർസിലേക്ക് പറഞ്ഞേക്കുന്നത്? എല്ലാവരും ഓന്റെ പ്രായക്കാർ മുഴുവനും 1000, 1500 കൂലി വാങ്ങുന്ന സമയമാണ്.
ഇത് പറയാൻ ആളുകളുണ്ടാകും. ശ്രദ്ധിക്കുമല്ലോ, ഇത് പിശാചിന്റെ കണിവലകളാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ മുആവിയ തങ്ങൾ ഒരു നേരത്തെ നിസ്കാരം ഒഴിവായപ്പോ, ഒരു നേരത്തെ ഒരു റക്അത്ത് ഒഴിവായപ്പോ കരഞ്ഞ് കണ്ണ് കലങ്ങിപ്പോയി. ഒരു സമയത്ത് അങ്ങനെ കരഞ്ഞിരിക്കുമ്പോ, ഒരു സമയത്ത് ഇങ്ങനെ ഉറങ്ങിപ്പോയപ്പോ പിശാച് വന്നിട്ട് വിളിക്കുകയാണ്, വേഗം പോയിക്കോ പള്ളിയിലേക്ക്, വേഗം പോയി നിസ്കരിച്ചോ, ജമാഅത്ത് നഷ്ടപ്പെടും. മുആവിയ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിയത് പിശാചല്ലേ? എന്തേ എനിക്ക് പറ്റിയത് പിശാചാണല്ലോ? ആ സമയത്ത് മുആവിയ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മുആവിയ തങ്ങളെ മുമ്പിലേക്ക് പിശാച് വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മുആവിയ തങ്ങളെ വിളിച്ചിട്ട് പെട്ടെന്ന് ഓടണം പള്ളിയിലേക്ക് എന്ന് പറയുന്നു. മുആവിയ തങ്ങൾ ചോദിച്ചു, ഇജ്ജ് പിശാചല്ലേ? എന്താ ഈ സമയത്ത് എന്നെ വിളിച്ചത്? ജമാഅത്ത് നഷ്ടപ്പെടുന്നതിനുള്ള വേവലാതി എന്താ? ആ സമയത്ത് പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതോ ഒരു കാലത്ത് ഒരു റക്അത്ത് നഷ്ടപ്പെടുത്തിയപ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കരഞ്ഞു പറഞ്ഞപ്പോൾ അല്ലാഹു അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം തന്നു. ഇന്നുള്ളത് കണ്ട് വാങ്ങിയാൽ മതി, ഇരട്ടി പ്രതിഫലം വേണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ല കാര്യം മുടക്കാൻ പിശാച് നമ്മളെ കൂടെ ഉണ്ടാകും. ശ്രദ്ധിക്കുമല്ലോ, ശ്രദ്ധിക്കുമല്ലോ. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് അവരുടെ മുറാദ് ഹസ്നാക്കണം, അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം, അല്ലാഹ് സ്വർഗ്ഗത്തിൽ കൂടാനുള്ള തൗഫീഖ് നൽകണം, അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.